ഹായ് ഗായ്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇൻസൈഡ് കാനഡ സ്റ്റഡി പെർമിറ്റ് എങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്യാം എന്നുള്ളതാണ്. ഈ വീഡിയോയിലൂടെ നമ്മൾ ഫാമിലി ആയിട്ടാണ് സ്റ്റഡി പെർമിറ്റ് എക്സ്റ്റെൻഡ് ചെയ്യുന്നത്. ഒരേ സമയം ഒരാൾക്ക് സ്റ്റഡി പെർമിറ്റ് എക്സ്റ്റൻഷനും നമ്മുടെ സ്പൗസിന് വർക്ക് പെർമിറ്റ് എക്സ്റ്റൻഷനും ആയിരിക്കും കിട്ടുന്നത്. അപ്പം അതെങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിലൂടെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളൊരു ഇൻഡിവിജ്വൽ ആപ്ലിക്കൻ്റ് ആണ്, നിങ്ങൾക്ക് സ്പൗസ് ഇല്ല, ഇൻസൈഡ് കാനഡയിൽ സ്പൗസ് ഇല്ല, നിങ്ങൾക്ക് ഇൻഡിവിജ്വലായിട്ട് നിങ്ങളുടെ സ്റ്റഡി പെർമിറ്റ് മാത്രം എക്സ്റ്റെൻഡ് ചെയ്താൽ മതി എന്നുണ്ടെങ്കിൽ അതിനായിട്ട് നമ്മൾ സെപ്പറേറ്റ് വീഡിയോ ചെയ്തിട്ടുണ്ട്. മേളിൽ താഴെ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതെന്ന് പറയുന്ന ഒരു ഫാമിലി ആപ്ലിക്കേഷൻ ആണ്. നോർമലി കേസ് വരുന്നത് നമ്മൾ കാനഡയിൽ പഠിക്കാൻ വരുമ്പോൾ ഒരാൾ 1+1 കോഴ്സ് എടുക്കുകയാണ്. അപ്പോൾ ആദ്യത്തെ ഒരു കോഴ്സ് കഴിഞ്ഞു, അവിടെ സ്റ്റഡി പെർമിറ്റ് എക്സ്പയർ ആയി പോകാറാകുമ്പോഴത്തേക്ക് നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്യും. അതേസമയം തന്നെ സ്പൗസിൻ്റെയും വർക്ക് പെർമിറ്റ് എക്സ്പയർ ആവാറാകും. അപ്പം ഒരുമിച്ച് നെക്സ്റ്റ് കോഴ്സ് എടുക്കുമ്പോൾ നമ്മൾ വീണ്ടും സ്റ്റഡി പെർമിറ്റ് അപ്ലൈ ചെയ്യും. അതേസമയം തന്നെ നമ്മുടെ സ്പൗസിൻ്റെയും വർക്ക് പെർമിറ്റിനെ എക്സ്റ്റെൻഡ് ചെയ്യാനായിട്ട് നമ്മൾ അപ്ലൈ ചെയ്യും. ഈ കേസാണ് നോർമലി വരാറുള്ളത്. അപ്പോൾ എങ്ങനെ ഇതിന് അപ്ലൈ ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ കാണുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റിൽ ചോദിക്കുക, ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നതായിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത്. ഒത്തിരി പേര് നമ്മുടെ വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ ഇപ്പോൾ ലൈക്ക് ചെയ്യാൻ മറന്നു പോകുന്നുണ്ട്. ഈ ലൈക്ക് ചെയ്താൽ മാത്രമേ നമ്മുടെ വീഡിയോ കുറച്ചുകൂടെ റീച്ച് ആവത്തുള്ളൂ, മറ്റുള്ളവർക്കൂടെ ഉപകാരപ്പെടുന്ന രീതിയിൽ ഇത് അവർക്കൂടെ കിട്ടത്തുള്ളൂ, സെർച്ച് ചെയ്യുമ്പോൾ കിട്ടത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത്, അതുപോലെ കമന്റ് ചെയ്യാനും മറന്നു പോകരുത്, സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. ഓക്കെ, നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അതിനാദ്യം തന്നെ നമ്മൾ ഗൂഗിളിൽ പോയിട്ട് IRCC ലോഗിൻ ടൈപ്പ് ചെയ്യുക, എന്നിട്ട് അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് നേരെ താഴെ വന്നിട്ട് സൈൻ ഇൻ, GCK യൂസർ നെയിം പാസ്വേഡ്, നിങ്ങൾക്ക് GCK അക്കൗണ്ട് കാണും, അത് വെച്ചിട്ട് നിങ്ങൾ അതിൽ ലോഗിൻ ചെയ്യുക. അപ്പോൾ അതിനായിട്ട് നമ്മൾ നമ്മുടെ യൂസർ നെയിം പാസ്വേഡ് അടിച്ചു കൊടുത്തു, ദെൻ സൈൻ ഇൻ ചെയ്യാണ്. സൈൻ ചെയ്യുമ്പോഴത്തേക്ക് വെൽക്കം നമ്മുടെ ID കാണിക്കും, നമ്മൾ കണ്ടിന്യൂ ചെയ്യാണ്. അന്നേരം നമ്മുടെ രജിസ്റ്റേർഡ് ജിമെയിലോട്ട് ഒരു OTP വരും, ആ OTP കൂടെ അടിച്ചു കൊടുക്കുക, ദെൻ കണ്ടിന്യൂ ചെയ്യുക. കണ്ടിന്യൂ ചെയ്യുമ്പോൾ യു സക്സസ്ഫുള്ളി കംപ്ലീറ്റഡ് 2 ഫാക്ടർ ഓതന്റിഫിക്കേഷൻ കാണിക്കും, ദെൻ കണ്ടിന്യൂ ചെയ്യുക. കണ്ടിന്യൂ ചെയ്യുമ്പോഴത്തേക്ക് കുറച്ച് ടേംസ് ആൻഡ് കണ്ടീഷൻസ് വരും, അത് ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കിയിട്ട് നേരെ അക്സെപ്റ്റ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ദെൻ നമ്മുടെ സെക്യൂരിറ്റി ക്വസ്റ്റ്യൻ ചോദിക്കും, അതിൽ മൈ ഫേവറേറ്റ് പ്ലേസ് ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് ചോദിക്കുന്നത് നിങ്ങൾ കൊടുക്കുക, ദെൻ കണ്ടിന്യൂ ചെയ്യുക. അപ്പോൾ നമ്മൾ നേരെ നമ്മുടെ അക്കൗണ്ട് ഹോമിലോട്ട് വരും. നേരെ താഴെ വന്നിട്ട് സ്റ്റാർട്ട് ആൻ ആപ്ലിക്കേഷൻ എന്ന ഓപ്ഷൻ ഉണ്ടോ, സ്റ്റാർട്ട് ആൻ ആപ്ലിക്കേഷൻ, അതിൽ അപ്ലൈ ടു കം ടു കാനഡ, ഇതിലാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ കുറേ പേഴ്സണൽ ചെക്ക് ലിസ്റ്റ് ആണ്, ഇത് കംപ്ലീറ്റ്ലി വായിച്ച് നോക്കുക. ഇതെല്ലാം ക്വസ്റ്റ്യനെയർ ആണ്, ഞാൻ 1 by 1 ആയിട്ട് പറയാം. അതിൽ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് പേഴ്സണൽ റെഫറൻസ് കോഡാണ്. പ്ലീസ് എൻ്റർ യുവർ പേഴ്സണൽ റെഫറൻസ് കോഡ് ടു ബിഗിൻ യുവർ ആപ്ലിക്കേഷൻ. നമുക്ക് ഇങ്ങനെ ഒരു കോഡ് ഇല്ല, അപ്പോൾ അതുകൊണ്ട് അത് സ്കിപ്പ് ചെയ്തിട്ട് നേരെ താഴെ വന്നിട്ട് ഐ ഡോണ്ട് ഹാവ് എ പേഴ്സണൽ റെഫറൻസ് കോഡ് എന്നുള്ള ഓപ്ഷനിൽ വിസിറ്റർ വിസ സ്റ്റഡി ആൻഡ് വർക്ക് പെർമിറ്റ്, ഇതാണ് നമ്മൾ ക്ലിക്ക് ചെയ്യേണ്ടത്. ഇതിൽ ക്ലിക്ക് ചെയ്യുക. ഇതിൽ നമ്മൾ സ്റ്റഡി പെർമിറ്റ് ആണ് എക്സ്റ്റെൻഡ് ചെയ്യുന്നത്, അതേസമയം തന്നെ നമ്മുടെ സ്പൗസിന്റെ വർക്ക് പെർമിറ്റ് ആണ് എക്സ്റ്റെൻഡ് ചെയ്യുന്നത്. പക്ഷേ നമ്മുടെ സ്റ്റഡി എന്നൊരു ഓപ്ഷൻ ഉള്ളതുകൊണ്ട് അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഫൈൻഡ് ഔട്ട് ഇഫ് യു ആർ എലിജിബിൾ ടു അപ്ലൈ, അതിൽ ഓരോ ക്വസ്റ്റ്യൻ ഉണ്ട്, നമ്മൾ 1 by 1 ആയിട്ട് വായിച്ച് നോക്കി ആൻസർ കൊടുക്കുകയാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വാട്ട് വുഡ് യു ലൈക്ക് ടു ഡു ഇൻ കാനഡ. ഇതിൽ മെയിൻ ആപ്ലിക്കന്റ് സ്റ്റുഡന്റ് ആണ്, അതുകൊണ്ട് നമ്മൾ സ്റ്റഡി കൊടുത്തു. നെക്സ്റ്റ് ഹൗ ലോങ് ആർ യു പ്ലാനിങ് ടു സ്റ്റേ ഇൻ കാനഡ. ഇതിൽ 3 ഓപ്ഷൻ ഉണ്ട്, അതിൽ 2 ടെമ്പറലിയും 1 പെർമനന്റ് ആണ്. പെർമനന്റ് നമുക്ക് കൊടുക്കാൻ പറ്റത്തില്ല. അതിൽ ടെമ്പറലി എന്ന് പറയുമ്പോൾ ലെസ് ദാൻ 6 മന്തും ടെമ്പറലി മോർ ദാൻ 6 മന്തും ഉണ്ട്. നമ്മുടെ 1+1 ആണെങ്കിൽ പോലും ഒരു കോഴ്സ് മോർ ദാൻ 6 മന്തിൽ കൂടുതൽ കാണും, അതുകൊണ്ട് നമ്മൾ ടെമ്പറലി മോർ ദാൻ 6 മന്ത് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് സെലക്ട് ദ കോഡ് ദാറ്റ് മാച്ചസ് ദ വൺ ഓൺ യുവർ പാസ്പോർട്ട്. അത് നമ്മുടെ പാസ്പോർട്ട് ഏത് രാജ്യത്തെയാണെന്നുള്ളതാണ്. ഞാനിവിടെ ഇന്ത്യ കൊടുക്കുകയാണ്. നെക്സ്റ്റ് എന്ന് പറയുന്നത് വാട്ട് ഈസ് യുവർ കറന്റ് കൺട്രി ഓർ ടെറിട്ടറി ഓഫ് റെസിഡൻസ്. ഇഫ് യു ആർ പ്രസന്റ്ലി ഇൻ കാനഡ യു ഷുഡ് സെലക്ട് കാനഡ. അപ്പോൾ നമ്മൾ കാനഡയിലാണെങ്കിൽ കാനഡ തന്നെ കൊടുക്കണം. ഇപ്പോൾ നോർമലി എല്ലാവരും ഇൻസൈഡ് കാനഡയാണ് നമ്മൾ സ്റ്റഡി പെർമിറ്റ് എക്സ്റ്റെൻഡ് ചെയ്യാറുള്ളത്, അതുകൊണ്ട് ഞാൻ കാനഡ കൊടുത്തു. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഡു യു ഹാവ് എ ഫാമിലി മെമ്പർ ഹു ഇസ് എ കനേഡിയൻ സിറ്റിസൺ ഓർ എ പെർമനന്റ് റെസിഡൻസ് ആൻഡ് ഈസ് 18 years ഓർ ഓൾഡർ. അങ്ങനെ ഒരാളില്ല, അതുകൊണ്ട് ഞാൻ ഇവിടെ നോ കൊടുത്തു. ദെൻ വാട്ട് ഈസ് യുവർ ഡേറ്റ് ഓഫ് ബർത്ത്. നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് നിങ്ങളുടെ പാസ്പോർട്ടിൽ നോക്കി തെറ്റാതെ കൊടുക്കുക. ഞാൻ ഇവിടെ റാൻഡം ആയിട്ട് ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുകയാണ്. ദെൻ നെക്സ്റ്റ് അടിച്ചു. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഡു യു ഹാവ് എ പ്രൊവിൻഷ്യൽ അറ്റസ്റ്റേഷൻ ലെറ്റർ. ഇതാണ് ലേറ്റസ്റ്റ് അപ്ഡേറ്റ് എന്ന് പറയുന്നത്. ഇത് നേരത്തെ പഴയ വീഡിയോസ് ഒക്കെ നിങ്ങൾ യൂട്യൂബിൽ കണ്ടിട്ട് ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കാണത്തില്ല. കാരണം ഈ PAL എന്ന് പറഞ്ഞ സാധനം വന്നതിന് ശേഷമാണ് ഇങ്ങനെ ഒരു അപ്ഡേറ്റ് അവർ IRCC വെബ്സൈറ്റിൽ അവർ ആഡ് ചെയ്തത്. അപ്പോൾ ഇതിന്റെ ആൻസർ നോ ആണ്. കാരണം ഇൻസൈഡ് കാനഡ ആൾറെഡി സ്റ്റഡി ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്ക് ഇത് ആവശ്യമില്ല, അതുകൊണ്ട് തന്നെ ആൻസർ നോ കൊടുക്കുക. ദെൻ നെക്സ്റ്റ് അടിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ ഡു യു ക്വാളിഫൈ ഫോർ ആൻ എക്സംഷൻ. നമ്മൾ എക്സംഷൻ ആണ്, ക്വാളിഫൈ ചെയ്യുന്നുണ്ട്. ഇത് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഈ PAL എന്ന് പറഞ്ഞതിനെ പറ്റി പറയുന്ന ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ചാനലിൽ, അത് മേളിൽ ഐ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ കാണാൻ പറ്റും. അതിനകത്ത് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഇതിനെപ്പറ്റി എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്, എന്തുകൊണ്ടാണ് നമ്മൾ എക്സംഷൻ കേസ് ആയത്, ഇത് ആർക്കൊക്കെ വേണം എന്നുള്ള കാര്യങ്ങളൊക്കെ. നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ആ വീഡിയോ ജസ്റ്റ് ഒന്ന് കയറി നോക്കുക, അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ഐഡിയ കിട്ടും. നമ്മൾ എസ് കൊടുക്കുകയാണ്. ദെൻ നെക്സ്റ്റ് അടിച്ചു. വിച്ച് എക്സെപ്ഷൻ ഡു യു ക്വാളിഫൈ ഫോർ. നമ്മൾ അതിൽ കുറേ ഓപ്ഷൻസ് ഉണ്ട്. ഇതിൽ ഐ ആം ആൻ ആപ്ലിക്കന്റ് അപ്ലൈങ് വിത്തിൻ കാനഡ ആസ് ഡിസ്ക്രൈബ്ഡ് അണ്ടർ സെക്ഷൻ 215(1) ഓഫ് ദ ഇമിഗ്രേഷൻ ആൻഡ് റെഫ്യൂജി പ്രൊട്ടക്ഷൻ റെഗുലേഷൻസ്. ഇതെന്താണ് 215(1) എന്ന് പറയുന്ന സെക്ഷൻ എന്താണെന്നുള്ളത് ഞാൻ ആ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇതിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ആ വീഡിയോ കയറി കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കംപ്ലീറ്റ്ലി നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് സംഭവം എന്നുള്ളത്. അപ്പോൾ ഇതിന്റെ ഈ ക്വസ്റ്റ്യൻ ആൻസർ നിങ്ങൾ ഇൻസൈഡ് കാനഡ ആൾറെഡി പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണെങ്കിൽ ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് ഐ ആം ആൻ ആപ്ലിക്കന്റ് അപ്ലൈങ് വിത്തിൻ കാനഡ ആസ് ഡിസ്ക്രൈബ്ഡ് അണ്ടർ സെക്ഷൻ 215. ഓക്കെ, ദെൻ നമ്മൾ നെക്സ്റ്റ് അടിക്കുകയാണ്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ആർ യു ലോഫുൾ പെർമനന്റ് റെസിഡൻസ് ഓഫ് എ യുണൈറ്റഡ് സ്റ്റേറ്റ് വിത്ത് എ വാലിഡ് US സിറ്റിസൺഷിപ്പ്. ഓക്കെ, അത് നമ്മളല്ല, അപ്പോൾ അതുകൊണ്ട് നമ്മൾ നോ കൊടുത്തു. ദെൻ നെക്സ്റ്റ് അടിച്ചു. നെക്സ്റ്റ് എന്ന് പറയുന്നത് വാട്ട് ഈസ് യുവർ കറന്റ് ഇമിഗ്രേഷൻ സ്റ്റാറ്റസ് കാനഡ. കറന്റ് നമ്മൾ സ്റ്റുഡന്റ് ആണ്, അതുകൊണ്ട് നമ്മൾ സ്റ്റുഡന്റ് എന്നൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്തു. ദെൻ നെക്സ്റ്റ് അടിച്ചു.
അടുത്തത് പറയുന്നത് വാട്ട് ഈസ് യുവർ മാരിറ്റൽ സ്റ്റാറ്റസ്. നിങ്ങൾ മാരീഡ് ആണ്, കാരണം നിങ്ങളുടെ സ്പൗസിന് കൂടെ അപ്ലൈ ചെയ്യുന്നുണ്ട്. നിങ്ങൾ മാരീഡ് അല്ല, സിംഗിൾ ആപ്ലിക്കൻ്റ് ആണെങ്കിൽ അതിനുവേണ്ടി വേറൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, അത് കയറി നോക്കുക. ഞാൻ മാരീഡ് കൊടുത്തു. നെക്സ്റ്റ് എന്ന് പറയുന്നത് വാട്ട് ഈസ് യുവർ പ്രൊവിൻസ് ഓർ ടെറിട്ടറി ഓഫ് ഡെസ്റ്റിനേഷൻ. ഇഫ് യു ആർ വിസിറ്റിംഗ് മൾട്ടിപ്പിൾ പ്രൊവിൻസ് ഓർ ടെറിട്ടറി സെലക്ട് ദ വൺ ഇൻ വിച്ച് യു വിൽ ബി സ്പെൻഡിങ് മോസ്റ്റ് ഓഫ് ദ ടൈം. നിങ്ങൾ 6 മാസത്തിൽ കൂടുതൽ ഏത് പ്രൊവിൻസിലാണ് താമസിച്ചിട്ടുള്ളത്, നിങ്ങളുടെ കോളേജ് എവിടെയാണ് എന്നുള്ളത് നോക്കിയിട്ട് നിങ്ങൾ ആ പ്രൊവിൻസ് കൊടുക്കുക. ഞാനിവിടെ ഒണ്ടാരി കൊടുക്കുകയാണ്. ദെൻ നെക്സ്റ്റ് അടിച്ചു. നെക്സ്റ്റ് കണ്ടില്ലേ, യുവർ റിസൾട്ട്. നമ്മൾ കൊടുത്ത ആൻസറിനെ ആസ്പദമാക്കിയിട്ട് നമുക്ക് 2 കാര്യങ്ങൾ എലിജിബിൾ ആണ്. ഒന്ന് സ്റ്റഡി പെർമിറ്റ് ഇൻ കാനഡയും ടെമ്പററി റെസിഡൻസ് വിസയും നമ്മൾ എലിജിബിൾ ആണ്. അപ്പോൾ നമ്മൾ ഇന്ന് ഇവിടെ ചെയ്യുന്നത് സ്റ്റഡി പെർമിറ്റ് എക്സ്റ്റൻഷൻ ആണ്. അതുകൊണ്ട് നമ്മൾ ഇതിൽ കണ്ടിന്യൂ ചെയ്യുകയാണ്. കണ്ടിന്യൂ ചെയ്തു. വീണ്ടും ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക, വീണ്ടും കണ്ടിന്യൂ ചെയ്യുക. നെക്സ്റ്റ് ക്വസ്റ്റൻ എന്ന് പറയുന്നത് ആർ യു അക്കോമ്പനിങ് എ ഫാമിലി മെമ്പർ ഹു ഹാസ് എ സ്റ്റാറ്റസ് ഇൻ കാനഡ. അതായത് നമ്മൾ അക്കോമ്പനി ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് നമ്മൾ എസ് കൊടുക്കുകയാണ്. കാരണം നമ്മുടെ സ്പൗസ് നമ്മുടെ കൂടെ ഉണ്ട്, ആൾക്ക് കാനഡയിൽ സ്റ്റാറ്റസും ഉണ്ട്, വർക്ക് പെർമിറ്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കൊടുക്കുകയാണ്. എസ് കൊടുത്തു. ദെൻ നെക്സ്റ്റ് അടിച്ചു. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഡു യു ആൾസോ വാണ്ട് ടു അപ്ലൈ ഫോർ എ വർക്ക് പെർമിറ്റ്. ഇതെന്ന് പറയുന്നത് കോപ്പ് അങ്ങനെയുള്ള സാധനത്തെ പറ്റിയാണ് ചോദിക്കുന്നത്. നമുക്ക് അങ്ങനെ ആവശ്യമില്ല, നമ്മൾ സ്റ്റഡി പെർമിറ്റ് മാത്രമാണ് അപ്ലൈ ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മൾ നോ കൊടുക്കുകയാണ്. ഇവിടെ കണ്ടില്ലേ, യെസ് ഐ വിഷ് ടു അപ്ലൈ ഫോർ എ കോപ്പ് വർക്ക് പെർമിറ്റ്. കോപ്പ് ഉണ്ടെങ്കിൽ മാത്രമേ ഇത് കൊടുക്കാവൂ. കോപ്പ് ഇല്ലെങ്കിൽ നിങ്ങൾ നോ കൊടുക്കുക. ഞാൻ ഇവിടെ നോ ആണ് കൊടുക്കുന്നത്. ഇൻ കേസ് നിങ്ങൾക്ക് ആർക്കെങ്കിലും കോപ്പ് ആവശ്യമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇത് കൊടുത്ത് വർക്ക് പെർമിറ്റ് മേടിക്കുക. അപ്പോൾ അത് വലിയ ഡൗട്ടൊന്നും വേണ്ട, അത് എസ് കൊടുത്താൽ മാത്രം മതി. ഓക്കെ, ഇപ്പം എൻ്റെ കേസിൽ ഞാനിത് നോ തന്നെ കൊടുക്കുകയാണ്, കോപ്പിൻ്റെ ആവശ്യമില്ലാത്തതുകൊണ്ട്. മോസ്റ്റ് ഓഫ് സ്റ്റുഡൻസിന് അങ്ങനെ ആവശ്യമില്ലായിരിക്കും, അതുകൊണ്ടാണ് ഞാൻ നോ കൊടുക്കുന്നത്. ദെൻ നെക്സ്റ്റ് അടിച്ചു. ദെൻ വെൻ ഡസ് യുവർ സ്റ്റാറ്റസ് ഇൻ കാനഡ എക്സ്പയർ. അപ്പോൾ എന്നാണ് സ്റ്റാറ്റസ് എക്സ്പയർ ആവും, നിങ്ങളുടെ സ്റ്റഡി പെർമിറ്റ്, നിലവിലുള്ള സ്റ്റഡി പെർമിറ്റ് നോക്കിയിട്ട് നിങ്ങളുടെ സ്റ്റാറ്റസ് എന്നാണ് എക്സ്പയർ ആവുന്നുള്ളത് നോക്കുക. അത് തെറ്റാതെ കൊടുക്കുക. ഞാനിവിടെ റാൻഡമായിട്ടൊരെണ്ണം കൊടുക്കുകയാണ്. ദെൻ നെക്സ്റ്റ് അടിച്ചു. നെക്സ്റ്റ് ക്വസ്റ്റൻ എന്ന് പറയുന്നത് ഹാവ് യു ഹാഡ് എ മെഡിക്കൽ എക്സാം പെർഫോംഡ് ബൈ ARCC ഓതറൈസ്ഡ് പാനൽ ഫിസിഷ്യൻ ഡോക്ടർ വിത്ത് ലാസ്റ്റ് 12 മന്ത്. ലാസ്റ്റ് 1 ഇയറിനുള്ളിൽ നിങ്ങൾ മെഡിക്കൽ എടുത്തിട്ടുണ്ടോ എന്നുള്ളതാണ്. അപ്പോൾ എന്തായാലും കാനഡ വന്നിട്ട് 1 വർഷം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മെഡിക്കൽ എടുത്തതൊക്കെ എക്സ്പയർ ആയി കാണും. അതുകൊണ്ടാണ് നോ കൊടുക്കുകയാണ്. ഇൻ കേസ് നിങ്ങൾ മെഡിക്കൽ അതിനിടയ്ക്കാണ് എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എസ് കൊടുക്കുക. ദെൻ നെക്സ്റ്റ് അടിക്കുക. പിന്നെ ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ കംപ്ലീറ്റ്ലി വായിച്ച് നോക്കിയിട്ടാണ് ആൻസർ കൊടുക്കാൻ. കാരണം കുറേ പേര് ഇത് വായിച്ച് നോക്കാതെ ആൻസർ കൊടുത്തിട്ട് അവസാനം എന്നോട് ചോദിച്ചിട്ടുണ്ട്, ഞാനത് അങ്ങനെ തെറ്റിപ്പോയി, എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതൊക്കെ. അപ്പോൾ എന്തിനാണ് അങ്ങനെ ചെയ്യുന്നത്, ഞാൻ എല്ലാ വീഡിയോയിലും എക്സ്പ്ലെയിൻ ചെയ്യാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ 1 by 1 ആയിട്ട് വായിച്ച് നോക്കുക. ഇതിൽ 2 കേസ് മാത്രമേ വരുന്നുള്ളൂ. അതിൽ ആദ്യത്തെ കേസ് എന്ന് പറയുന്നത് വാണ്ട് ടു സ്റ്റേ ഇൻ കാനഡ മോർ ദാൻ 6 മന്ത് ആൻഡ് ഹാവ് ലീവ്ഡ് 1 or more ഡെസിഗ്നേറ്റഡ് കൺട്രീസ് ഓർ ടെറിട്ടറീസ് ഫോർ മോർ ദാൻ 6 മന്ത് ഇൻ ദ പാസ്റ്റ് 1 ഇയർ. അപ്പോൾ നിങ്ങൾ ഇൻസൈഡ് കാനഡ വന്നിട്ട് നിങ്ങൾ നാട്ടിൽ പോയിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾ അത്യാവശ്യം നാട്ടിൽ പോയി, എമർജൻസി കേസ് വല്ലതും നാട്ടിൽ പോയി 6 മാസത്തേക്കുള്ള അവിടെ താമസിച്ചിട്ടാണ് തിരിച്ച് വരുന്നതെങ്കിൽ, കാനഡയിൽ വരുന്നതെങ്കിൽ നിങ്ങൾ മെഡിക്കൽ എടുക്കണം. അതാണ് ഈ ഫസ്റ്റ് കേസ് എന്ന് പറയുന്നത്. നിങ്ങളുടെ സിറ്റുവേഷനിൽ അങ്ങനെ എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ എസ് കൊടുക്കുക. അങ്ങനല്ല, നിങ്ങളുടെ രണ്ടാമത്തെ കേസിൽ ഇൻറ്റൻറ്റ് ടു വർക്ക് വൺ ഓഫ് ദ ഫോളോയിങ് ജോബ്, ഇത് കംപ്ലീറ്റ്ലി ഹെൽത്ത് റിലേറ്റഡ് ജോലിയാണ്. ഞാൻ എല്ലാം എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഈ വീഡിയോ കുറച്ച് ലെങ്തി ആയി പോകും. അതുകൊണ്ട് നിങ്ങൾ ഇത് വായിച്ചു നോക്കുക. എല്ലാം ഹെൽത്ത് റിലേറ്റഡ് ആണ്. ഇതിലേതെങ്കിലും ഒന്നാണ് നിങ്ങൾ ജോലി ചെയ്യാൻ പോകുന്നത് അല്ലെങ്കിൽ ജോലി ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ, ഈവൻ പാർട്ട് ടൈം ആണെങ്കിൽ പോലും നിങ്ങൾ ആ ഫീൽഡിലാണ് ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ എസ് കൊടുത്തിട്ട് നിങ്ങൾ ആ മെഡിക്കലിൻ്റെ ഡോക്യുമെൻറ്റ് സബ്മിറ്റ് ചെയ്യുക. ചിലപ്പോൾ ഒരു മെഡിക്കൽ എടുക്കാൻ പറയും, ഒരു $145 മാത്രമേ ഉള്ളൂ. മെഡിക്കൽ എടുത്തിട്ട് ആ ഡോക്യുമെൻറ്റൂടെ അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അത് ലാസ്റ്റ് ഞാൻ പറഞ്ഞുതരാം ആ ഡോക്യുമെൻ്റ് എവിടെ വരുന്നതെന്നുള്ളത്. ഡോക്യുമെൻറ്റ് ചെക്ക് ലിസ്റ്റിൽ അത് നമുക്ക് കാണാൻ പറ്റും. ഇവിടെ എസ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ഒരിക്കലും ഇത് മിസ് ചെയ്യാൻ പാടില്ല. നിങ്ങൾ എന്തായാലും വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ കള്ളം പറയരുത്. വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ എസ് തന്നെ കൊടുക്കുക. ഈ കേസിൽ ഞാനിവിടെ നോ ആണ് കൊടുക്കുന്നത്. നോ കൊടുത്തിട്ട് നെക്സ്റ്റ് അടിച്ചു. അടുത്തത് ഡു യു വാണ്ട് ടു സബ്മിറ്റ് ആൻ ആപ്ലിക്കേഷൻ ഫോർ എ ഫാമിലി മെമ്പർ. ഇതെന്ന് പറയുന്നൊരു ഫാമിലി ആപ്ലിക്കേഷൻ ആണ്. വൈഫ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം എൻ്റെ കേസിൽ വൈഫ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കേസിൽ നിങ്ങളുടെ സ്പൗസ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സ്പൗസിൻ്റെ വർക്ക് പെർമിറ്റ്, ഓപ്പൺ വർക്ക് പെർമിറ്റോടെ എക്സ്റ്റെൻഡ് ചെയ്യണം. അതുകൊണ്ട് ഞാനിവിടെ എസ് കൊടുക്കുകയാണ്. ദെൻ നെക്സ്റ്റ് അടിച്ചു. ഇഫ് യു ആർ സബ്മിറ്റിംഗ് ആപ്ലിക്കേഷൻ ഫോർ മോർ ദാൻ 1 ഫാമിലി മെമ്പർ പ്ലീസ് സ്റ്റാർട്ട് വിത്ത് യുവർ സ്പൗസ് ഓർ എ കോമൺ ലോ പാർട്ണർ. അപ്പോൾ ഈ ആപ്ലിക്കേഷനിൽ നമ്മൾ കുഞ്ഞുങ്ങളുണ്ട്. അപ്പോൾ കുഞ്ഞുങ്ങളുള്ളത് കൊണ്ട് അവർ പറയുന്നുണ്ട് ഇഫ് യു ആർ സബ്മിറ്റിംഗ് ആൻ ആപ്ലിക്കേഷൻ ഫോർ മോർ ദാൻ 1 ഫാമിലി മെമ്പർ പ്ലീസ് സ്റ്റാർട്ട് വിത്ത് യുവർ സ്പൗസ്. അപ്പം ഫസ്റ്റ് നമ്മൾ ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ചോദിക്കുന്ന ക്വസ്റ്റിനൊക്കെ നമ്മുടെ സ്പൗസിന് വേണ്ടിയിട്ടുള്ളതായിരിക്കും. രണ്ടാമത് വരുന്ന ഫാമിലി മെമ്പർ നമ്മുടെ കുഞ്ഞായിരിക്കും. ഇപ്പോൾ ഒന്നിൽ കൂടുതൽ കുഞ്ഞുണ്ടെങ്കിലും ആദ്യത്തത് നിങ്ങൾ കൊടുക്കുന്ന ഫസ്റ്റ് കുഞ്ഞ്, രണ്ടാമത്തെ കുഞ്ഞ്, അങ്ങനെ പോകും. അപ്പോൾ ഒരിക്കലും കൺഫ്യൂഷൻ ആവരുത്. ആദ്യം ചോദിക്കുന്നത് സ്പൗസിൻ്റെ കാര്യമായിരിക്കും ചോദിക്കുന്നത്. ഓക്കെ, നമ്മൾ നെക്സ്റ്റ് അടിച്ചു. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വാട്ട് കൺട്രി ഡസ് യുവർ ഫാമിലി മെമ്പർ ലീവ് ഇൻ. അപ്പോൾ നമ്മുടെ സ്പൗസ് ആണ് ചോദിക്കുന്നത്. കാനഡയാണ്, നമ്മുടെ കൂടെ തന്നെ ഉണ്ടല്ലോ, കാനഡ കൊടുത്തു. അടുത്തത് വിച്ച് കൺട്രി ഇഷ്യൂഡ് യുവർ ഫാമിലി മെമ്പർ പാസ്പോർട്ട് ഓർ ട്രാവൽ ഡോക്യുമെന്റ്. അത് ഇന്ത്യയാണ്, ഞാൻ ഇന്ത്യ കൊടുത്തു. ദെൻ നെക്സ്റ്റ് അടിച്ചു. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഈസ് യുവർ ഫാമിലി മെമ്പർ എ പെർമനന്റ് റെസിഡൻസ് ഓഫ് എ യുണൈറ്റഡ് സ്റ്റേറ്റ് ഹു ഹാസ് എ അലൈൻ രജിസ്റ്റേർഡ് കാർഡ്. ഓക്കെ, അങ്ങനെ സംഭവമില്ല. അപ്പം ഞാൻ അതുകൊണ്ട് നോ കൊടുത്തു. ദെൻ നെക്സ്റ്റ് അടിച്ചു. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വാട്ട് ഈസ് യുവർ ഫാമിലി മെമ്പർ കറണ്ട് മാരിറ്റൽ സ്റ്റാറ്റസ്. അത് മാരീഡ് ആണ്, ഞാൻ മാരീഡ് കൊടുത്തു. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വാട്ട് ഈസ് യുവർ ഫാമിലി മെമ്പർ ഡേറ്റ് ഓഫ് ബർത്ത്. നിങ്ങളുടെ സ്പൗസിൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുക. ഞാൻ ഇവിടെ റാൻഡമായിട്ട് ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുകയാണ്. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വേർ വിൽ യുവർ ഫാമിലി മെമ്പർ ബി സ്റ്റേയിങ് ഇൻ കാനഡ. അപ്പോൾ നിങ്ങൾ നേരത്തെ ഒണ്ടാരിയ കൊടുത്തത്, അപ്പോൾ അതുകൊണ്ട് ഇവിടെ ഒണ്ടാരി തന്നെ കൊടുക്കുക. അല്ലെങ്കിൽ നിങ്ങളുടെ സ്പൗസ് വേറെ ഏതെങ്കിലും പ്രൊവിൻസിലാണെങ്കിൽ അത് കൊടുക്കുക. ഞാൻ നെക്സ്റ്റ് അടിച്ചു.
അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വാട്ട് ഈസ് യുവർ ഫാമിലി മെമ്പർ കറന്റ് ഇമിഗ്രേഷൻ സ്റ്റാറ്റസ് ഇൻ കാനഡ. അതായത് നമ്മുടെ സ്പൗസ് ഓപ്പൺ വർക്ക് പെർമിറ്റിലാണ്, അതുകൊണ്ട് നമ്മൾ വർക്കർ എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുത്തു. ദെൻ നെക്സ്റ്റ് അടിച്ചു. അടുത്ത ക്വസ്റ്റ്യൻ വാട്ട് ഈസ് യുവർ ഫാമിലി മെമ്പർ വാണ്ട് ടു ഡു ഇൻ കാനഡ. അത് എന്തായാലും വീണ്ടും വർക്ക് ചെയ്യാനാണ്, അതുകൊണ്ട് നമ്മൾ അപ്ലൈ ഫോർ ഓർ എക്സ്റ്റെൻഡ് ആൻ ഓപ്പൺ വർക്ക് പെർമിറ്റ് ഈ ഓപ്ഷനാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. അപ്ലൈ ഓർ എക്സ്റ്റെൻഡ്. ഇപ്പോൾ ഇൻ കേസ് നിങ്ങളുടെ സ്പൗസ് നാട്ടിലാണെന്നുണ്ടെങ്കിൽ പോലും ഇങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത്. പക്ഷേ നാട്ടിലാകുമ്പോഴത്തേക്ക് ഇപ്പോഴത്തെ കേസിൽ ഡിഫിക്കൽട്ടാണ്. കാരണം കാനഡ പുതിയ റൂൾ കൊണ്ടുവന്നിട്ടുണ്ട്. നിങ്ങളൊന്നെങ്കിൽ മാസ്റ്റേഴ്സോ അല്ലെങ്കിൽ ഡോക്ടറേറ്റോ പഠിക്കുന്ന ഒരു സ്റ്റുഡൻ്റ് ആണെങ്കിൽ മാത്രമേ നിങ്ങളുടെ സ്പൗസിനെ നാട്ടിൽ നിന്ന് കാനഡയിലേക്ക് കൊണ്ടുവരാൻ പറ്റത്തുള്ളൂ. ഇപ്പോൾ ഇൻസൈഡ് കാനഡയിലുള്ളവർക്ക് ആൾറെഡി കാനഡയിലുള്ളവർക്ക് ആ പ്രശ്നമില്ല. ഓക്കെ, അത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് കൂടുതൽ കുളവാക്കുന്നില്ല. നെക്സ്റ്റ് പോവാണ്. അടുത്ത ക്വസ്റ്റൻ എന്ന് പറയുന്നത് ഡസ് യുവർ ഫാമിലി മെമ്പർ വാണ്ട് ടു റീസ്റ്റോർ ദ സ്റ്റാറ്റസ് ഇൻ കാനഡ. ഇതെന്ന് പറയുന്നത് ആൻസർ നോ ആണ്. ഈ റീസ്റ്റോർ സ്റ്റാറ്റസ് എന്ന് പറയുന്നത് നിങ്ങളുടെ ഫാമിലി മെമ്പറിന്റെ സ്റ്റാറ്റസ് എക്സ്പയർ ആയി പോയതിന് ശേഷം കൊടുക്കുമ്പോഴാണ്. അപ്പോൾ ഡൗട്ട് വരാൻ പാടില്ല. ഇത് കുറേ പേർക്ക് ഡൗട്ട് ഉണ്ട്. ഇതിന് ആൻസർ നോ ആണ്. നിങ്ങളൊന്നും ചെയ്യേണ്ട, നോ കൊടുത്തിട്ട് പോവുക. നിങ്ങളുടെ സ്റ്റാറ്റസ് എക്സ്പയർ ആയിട്ടില്ല. എക്സ്പയർ ആവുന്നതിന് ഒരു 30 ദിവസത്തിനുള്ളിലാണ് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ, 30 ദിവസം അല്ല, എക്സ്പയർ ആവുന്നതിന് മുമ്പ് എപ്പോൾ അപ്ലൈ ചെയ്താലും ഇതിന് ആൻസർ നോ ആണ്. ദെൻ നെക്സ്റ്റ് അടിക്കുകയാണ്. അടുത്ത ക്വസ്റ്റൻ എന്ന് പറഞ്ഞാൽ ഹാസ് യുവർ ഫാമിലി മെമ്പർ ഹാഡ് എ മെഡിക്കൽ എക്സാം പെർഫോംഡ് ബൈ ആൻ IRCC ഓതറൈസ്ഡ് പാനൽ ഫിസിഷ്യൻ. ഓക്കെ, നിങ്ങളുടെ ഇത് ഞാൻ ആദ്യം എക്സ്പ്ലെയിൻ ചെയ്തായിരുന്നു. ഒരു വർഷത്തിനുള്ളിൽ നിങ്ങൾ മെഡിക്കൽ എടുത്തിട്ടുണ്ടെങ്കിൽ, നിങ്ങളല്ല നിങ്ങളുടെ സ്പൗസ് മെഡിക്കൽ എടുത്തിട്ടുണ്ടെങ്കിൽ എസ് കൊടുക്കുക, ഇല്ലെങ്കിൽ നോ കൊടുക്കുക. ഞാൻ അവിടെ നോ ആണ് കൊടുക്കുന്നത്. ഓക്കെ, ഈ സെയിം ക്വസ്റ്റ്യൻ ഞാൻ ആളുടെ എക്സ്പ്ലെയിൻ ചെയ്തായിരുന്നു. ഇപ്പോൾ ഇതിപ്പോൾ നിങ്ങളുടെ സ്പൗസിൻ്റെ കാര്യമാണ് ചോദിക്കുന്നത്. അവിടെ ഞാൻ അവിടെ നോ കൊടുത്തു. ദെൻ നെക്സ്റ്റ് അടിച്ചു. അടുത്തത് വീണ്ടും ചോദിക്കുന്നുണ്ട് ഡസ് യുവർ ഫാമിലി മെമ്പർ വാണ്ട് ടു വർക്ക് വൺ ഓഫ് ദ ഫോളോയിങ്. മെഡിക്കൽ അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ടാണ് അവർ വീണ്ടും വീണ്ടും എടുത്തു വയ്ക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഇത് ഓരോന്നും വായിച്ചു നോക്കുക. ഇതുമായിട്ട് ബന്ധപ്പെട്ട ഏതെങ്കിലും ഫീൽഡിലാണ് നിങ്ങളുടെ സ്പൗസ് വർക്ക് ചെയ്യാൻ പോകുന്നതെങ്കിൽ, ഇൻ ഫ്യൂച്ചറിൽ വർക്ക് ചെയ്യാൻ പ്ലാൻ ഉണ്ടെങ്കിലും നിങ്ങൾ ഇത് എസ് കൊടുത്തിട്ട് നെക്സ്റ്റ് അടിക്കാവും. ഞാനിവിടെ നോ ആണ് കൊടുക്കുന്നത്. നെക്സ്റ്റ് അടിച്ചു. അടുത്തത് ഇൻ ദ പാസ്റ്റ് 10 years ഹാസ് യുവർ ഫാമിലി മെമ്പർ ഗിവൺ ദെയർ ഫിംഗർ പ്രിന്റ് ആൻഡ് ഫോട്ടോ അതായത് ബയോമെട്രിക്സ് നമ്മൾ എടുത്തിട്ടുണ്ടോ ഉള്ളതെന്നാണ് ചോദിക്കുന്നത്. എല്ലാവരും എടുത്തു കാണും. അപ്പോൾ 10 വർഷം വാലിഡ് ആണ്, അതുകൊണ്ട് നമ്മൾ എസ് കൊടുക്കുകയാണ്. എസ് കൊടുത്തു. നെക്സ്റ്റ് അടിച്ചു. അടുത്ത ക്വസ്റ്റൻ എന്ന് പറയുന്നത് ദർ ആർ ഫീസ് അസോസിയേറ്റഡ് വിത്ത് യുവർ ഫാമിലി മെമ്പർ ആപ്ലിക്കേഷൻ വിൽ യു ബി പേയിങ് യുവർ ഫാമിലി മെമ്പർ ഫീ. യെസ്, നമ്മുടെ സ്പൗസിൻ്റെ കൂടെ ഫീസ് നമ്മളാണ് പേ ചെയ്യുന്നത്, അതുകൊണ്ട് നമ്മൾ എസ് കൊടുക്കുകയാണ്. ദെൻ നെക്സ്റ്റ് അടിച്ചു. അടുത്ത ക്വസ്റ്റൻ എന്ന് പറയുന്നത് ഡു യു വാണ്ട് സബ്മിറ്റ് ആൻ ആപ്ലിക്കേഷൻ ഫോർ അനദർ ഫാമിലി മെമ്പർ. അപ്പോൾ നമ്മുടെ സ്പൗസിൻ്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇനി നമ്മൾ ചോദിക്കുന്നത് നമ്മുടെ കുഞ്ഞുണ്ടെങ്കിൽ കുഞ്ഞിൻ്റെ ഡീറ്റെയിൽസ് ആണ് ചോദിക്കുന്നത്. അതുകൊണ്ട് ഞാനിവിടെ ഇതിൻ്റെ ആൻസർ നമ്മൾ എസ് കൊടുക്കുകയാണ്. എസ് കൊടുത്തിട്ട് നെക്സ്റ്റ് അടിച്ചു. നെക്സ്റ്റ് അടിക്കുമ്പോൾ വാട്ട് കൺട്രി ഡസ് യുവർ ഫാമിലി മെമ്പർ ലീവ് ഇൻ. ഇതെന്ന് പറയുന്നത് നമ്മുടെ കുഞ്ഞിൻ്റെ കാര്യമാണ് ചോദിക്കുന്നത്. അതും കാനഡയാണ്. കുഞ്ഞ് നമ്മുടെ കൂടെയാണ് താമസിക്കുന്നത്, അതുകൊണ്ട് നമ്മൾ കാനഡ കൊടുത്തു. വിച്ച് കൺട്രി ഇഷ്യൂഡ് യുവർ ഫാമിലി മെമ്പേഴ്സ് പാസ്പോർട്ട്. അത് ഇന്ത്യയാണ്, ഇന്ത്യ കൊടുത്തു. ദെൻ നെക്സ്റ്റ് അടിച്ചു. ഇസ് യുവർ ഫാമിലി മെമ്പർ എ പെർമനന്റ് റെസിഡൻസ് ഓഫ് യുണൈറ്റഡ് സ്റ്റേറ്റ് ഹു ഹാസ് അലൈൻഡ് രജിസ്ട്രേഷൻ കാർഡ്. ഓക്കെ, അങ്ങനെ ഒരു സംഭവമില്ല, അതുകൊണ്ട് ഞാൻ നോ കൊടുത്തു. ദെൻ നെക്സ്റ്റ് അടിച്ചു. വാട്ട് ഈസ് യുവർ ഫാമിലി മെമ്പർ കറന്റ് മാരിറ്റൽ സ്റ്റാറ്റസ്. നമ്മുടെ കുഞ്ഞാണ്, കുഞ്ഞ് നെവർ മാരീഡ് ആണ്, നെവർ മാരീഡ് സിംഗിൾ കൊടുത്തു. ദെൻ വാട്ട് ഈസ് യുവർ ഫാമിലി മെമ്പർ ഡേറ്റ് ഓഫ് ബർത്ത്. ഇത് ഞാൻ റാൻഡമായിട്ട് ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുകയാണ്. നിങ്ങളുടെ കുഞ്ഞിൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് പാസ്പോർട്ടിൽ നോക്കി തെറ്റാതെ കൊടുക്കുക. വേർ വിൽ യുവർ ഫാമിലി മെമ്പർ ബി സ്റ്റേയിങ് ഇൻ കാനഡ. അത് നമ്മുടെ കൂടാണ്. ഞാൻ ആൾറെഡി 2 പേർക്ക് ഒണ്ടാരിയ കൊടുത്തത്, അപ്പോൾ കുഞ്ഞിന് ഞാൻ ഒണ്ടാരിയ കൊടുത്തു. ദെൻ നെക്സ്റ്റ് അടിച്ചു. ഈസ് യുവർ ഫാമിലി മെമ്പർ കറന്റ്ലി ഓർ വിൽ ബി ലീവിംഗ് ഇൻ കാനഡ വിത്ത് യുവർ പേരന്റ് ഓർ ലീഗൽ ഗാർഡിയൻ ഫോർ ദെയർ എൻറ്റയർ സ്റ്റേ. ഇത് കുഞ്ഞിൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുമ്പോൾ കാനഡ ഓട്ടോമാറ്റിക്കലി ആ സിസ്റ്റം മനസ്സിലാക്കുകയാണ് അത് മൈനർ ആണ്, അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. ഇതിന് ആൻസർ എസ് ആണ് കൊടുക്കേണ്ടത്. ദെൻ നെക്സ്റ്റ് അടിച്ചു. അടുത്തത് ഈസ് യുവർ ഫാമിലി മെമ്പർ ട്രാവലിംഗ് വിത്ത് ഒരു പേരന്റ് ഹു ഡസ് നോട്ട് ഹാവ് എ ഫുൾ ലീഗൽ കസ്റ്റഡി ഓഫ് ദം. അങ്ങനെ ഒരു കേസ് സംഭവിക്കാറില്ല. നമ്മുടെ കുഞ്ഞ് ട്രാവൽ ചെയ്യുമ്പോൾ നമ്മുടെ കൂടെ തന്നെയാണ് ട്രാവൽ ചെയ്യുന്നത്. നാട്ടിൽ പോകുമ്പോഴും തിരിച്ചു വരുമ്പോഴും എവിടെ പോയാലും നമ്മുടെ കൂടെ തന്നെയാണ്, അതുകൊണ്ട് നമ്മൾ നോ കൊടുത്തു. ദെൻ നെക്സ്റ്റ് അടിച്ചു. നെക്സ്റ്റ് എന്ന് പറയുന്നത് വാട്ട് ഈസ് യുവർ ഫാമിലി മെമ്പർ കറന്റ് ഇമിഗ്രേഷൻ സ്റ്റാറ്റസ് ഇൻ കാനഡ. ഇപ്പം കുഞ്ഞ് സ്റ്റുഡൻ്റ് ആണെങ്കിൽ നിങ്ങൾ സ്റ്റഡി പെർമിറ്റ് കൊടുക്കാം. ഇവിടെ സ്റ്റുഡൻ്റ് എന്ന ഓപ്ഷൻ ഉണ്ട്. ഇപ്പോൾ 4 വയസ്സിന് മേലുള്ള കുഞ്ഞ് കാനഡ പഠിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. അവർ കറന്റ്ലി സ്റ്റുഡൻ്റ് ആണെങ്കിൽ സ്റ്റുഡൻറ്റ് കൊടുക്കാൻ കുഴപ്പമൊന്നുമില്ല. നിങ്ങളുടെ സ്റ്റഡി പെർമിറ്റ് എക്സ്റ്റെൻഡ് ചെയ്യുമ്പോൾ വൈഫിന് ഓപ്പൺ വർക്ക് പെർമിറ്റ് എക്സ്റ്റെൻഡ് ആയി കിട്ടും, കുഞ്ഞിന് സ്റ്റഡി പെർമിറ്റ് എക്സ്റ്റെൻഡ് ആയി കിട്ടും. ഞാനിവിടെ വിസിറ്റർ എന്നൊരു ഓപ്ഷനാണ് കൊടുക്കുന്നത്, അതുകൊണ്ട് വിസിറ്റർ ആണ്. ഇപ്പം 4 വയസ്സിൽ താഴെയുള്ള കുഞ്ഞാണ്, അപ്പോൾ വിസിറ്റർ വിസയിലാണ്. അപ്പോൾ വിസിറ്റർ വിസയിൽ തന്നെ കണ്ടിന്യൂ ചെയ്യാനുള്ള പരിപാടിയാണ്. ഈവൻ നിങ്ങളുടെ കുഞ്ഞ് വിസിറ്റർ വിസയിലാണ്, സ്റ്റഡി പെർമിറ്റോട് മാറ്റണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഓപ്ഷൻ ഉണ്ട്. അടുത്ത ക്വസ്റ്റ്യനിൽ അതായിരിക്കും ചോദിക്കുന്നത്. ഇപ്പോൾ ഞാനിവിടെ വിസിറ്റർ എന്നൊരു ഓപ്ഷനാണ് കൊടുത്തത്. അപ്പോൾ നിങ്ങളുടെ കുഞ്ഞ് ഏത് സ്റ്റാറ്റസ് ആണോ ആ സ്റ്റാറ്റസ് കൂടെ കൊടുക്കുക. ദെൻ നെക്സ്റ്റ് അടിച്ചു. കണ്ടോ, വാട്ട് ഡസ് യുവർ ഫാമിലി മെമ്പർ വാണ്ട് ടു ഡു ഇൻ കാനഡ. വിസിറ്റർ ആണെങ്കിൽ നിങ്ങൾക്ക് സ്റ്റഡി പെർമിറ്റോട് മാറ്റാം. ഇവിടെ സ്റ്റഡി എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഇവിടെ അപ്ലൈ ടു റിമൈനിങ് കാനഡ ആസ് എ വിസിറ്റർ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അപ്ലൈ ഓർ എക്സ്റ്റെൻഡ് ആൻ ഓപ്പൺ വർക്ക് പെർമിറ്റ്, അത് നിങ്ങളുടെ കുഞ്ഞിൻ്റെ കേസ് വരത്തില്ല. അപ്ലൈ ഫോർ ഓർ എക്സ്റ്റെൻഡ് സ്റ്റഡി പെർമിറ്റ്, ഈ കേസ് വരും. വിസിറ്റർ വിസയിൽ നിന്ന് സ്റ്റഡി പെർമിറ്റോട് മാറ്റാൻ പറ്റും, അല്ലെങ്കിൽ വിസിറ്റർ വിസയിൽ തന്നെ തുടരാനും പറ്റും. അപ്പോൾ ഞാനിവിടെ കൊടുക്കുന്നത് അപ്ലൈ ടു റിമൈനിങ് കാനഡ ആസ് എ വിസിറ്റർ. അപ്പോൾ കിട്ടുന്നത് പറഞ്ഞാൽ വിസിറ്റേഴ്സ് റെക്കോർഡാണ് കിട്ടുന്നത്. വൺസ് നിങ്ങളുടെ വിസിറ്റിംഗ് വിസ എക്സ്റ്റെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ വിസിറ്റേഴ്സ് റെക്കോർഡായിരിക്കും. ഓക്കെ, ദെൻ നെക്സ്റ്റ് അടിച്ചു. ഈ വിസിറ്റേഴ്സ് റെക്കോർഡിൽ നിങ്ങൾക്ക് TRVക്ക് അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അതിനായിട്ട് ബന്ധപ്പെട്ട ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അത് ഞാൻ വേണമെങ്കിൽ പ്ലേലിസ്റ്റിൽ ആഡ് ചെയ്തേക്കാം, അത് കണ്ടു നോക്കുക. അപ്പോൾ എങ്ങനെ നിങ്ങൾക്ക് വിസിറ്റേഴ്സ് റെക്കോർഡുള്ള ഒരു കുഞ്ഞിന് TRVക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും എന്നുള്ളത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഡസ് യുവർ ഫാമിലി മെമ്പർ വാണ്ട് ടു റീസ്റ്റോർ ദ സ്റ്റാറ്റസ് ഇൻ കാനഡ. നോ ആണ്, നോ കൊടുത്തു. ദെൻ നെക്സ്റ്റ് അടിച്ചു. നെക്സ്റ്റ് ക്വസ്റ്റൻ എന്ന് പറഞ്ഞാൽ ഹാസ് യുവർ ഫാമിലി മെമ്പർ ഹാഡ് എ മെഡിക്കൽ എക്സാം പെർഫോംഡ് ബൈ ആൻ IRCC ഓതറൈസ്ഡ് പാനൽ ഫിസിഷ്യൻ. ഓക്കെ, ലാസ്റ്റ് 1 ഇയറിനുള്ളിൽ നിങ്ങളുടെ കുഞ്ഞിന് മെഡിക്കൽ എടുത്തിട്ടുണ്ടെങ്കിൽ എസ് കൊടുക്കുക, ഇല്ലെങ്കിൽ നോ കൊടുക്കുക. ഞാൻ ഇവിടെ നോ കൊടുത്തു. ദെൻ നെക്സ്റ്റ് അടിച്ചു.
പിന്നെ സെയിം നമുക്കും നമ്മുടെ സ്പൗസിനും ചോദിച്ച സെയിം ക്വസ്റ്റ്യൻ ഇവിടെ ചോദിക്കുന്നുണ്ട്. ഈ കേസിൽ ഒരിക്കലും വർക്കിന്റെ കേസ് കുഞ്ഞിന് ബാധിക്കത്തില്ല, ഇത് മാത്രമേ ബാധിക്കത്തുള്ളൂ. ഇപ്പം 6 മാസത്തിൽ കൂടുതൽ വേറെ ഏതെങ്കിലും കൺട്രിയിൽ പോയിട്ട് തിരിച്ച് കാനഡയിൽ വന്നിട്ടുണ്ടെങ്കിൽ മെഡിക്കൽ എടുക്കണം. ആ കേസ് ഒന്നും ഇല്ലെങ്കിൽ നിങ്ങളിവിടെ നോ കൊടുക്കുക. ഞാൻ ഇവിടെ നോ ആണ് കൊടുക്കുന്നത്. ദെൻ നെക്സ്റ്റ് അടിച്ചു. അടുത്ത ക്വസ്റ്റ്യൻ പറയുന്നത്, ഇൻ ദ പാസ്റ്റ് 10 years ഹാസ് യുവർ ഫാമിലി മെമ്പർ ഗിവൺ ദെയർ ഫിംഗർ പ്രിന്റ് ആൻഡ് ഫോട്ടോ. ബയോമെട്രിക്സ് എടുത്തിട്ടുണ്ടെങ്കിൽ എസ് കൊടുക്കുക, ഇല്ലെങ്കിൽ നോ കൊടുക്കുക. ഞാനിവിടെ എസ് ആണ് കൊടുക്കുന്നത്. ദെൻ നെക്സ്റ്റ് അടിച്ചു. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ദർ ആർ ഫീസ് അസോസിയേറ്റഡ് വിത്ത് യുവർ ഫാമിലി മെമ്പേഴ്സ് ആപ്ലിക്കേഷൻ, വിൽ യു ബി പേയിങ് യുവർ ഫാമിലി മെമ്പർ ഫീസ് ഓർ ഈസ് യുവർ ഫാമിലി മെമ്പർ ഫീ എക്സെപ്റ്റഡ്. ഓക്കെ, ഇത് ചോദിക്കുന്നത് നമ്മുടെ കുഞ്ഞിന്റെ കാശാണ് ചോദിക്കുന്നത്. നമ്മളവിടെ എസ് കൊടുക്കുകയാണ്. യെസ്, ഐ വിൽ ബി പേയിങ് മൈ ഫാമിലി മെമ്പർ ആപ്ലിക്കേഷൻ ഫീസ്. ദെൻ നെക്സ്റ്റ് അടിച്ചു. ഡു യു വാണ്ട് ടു സബ്മിറ്റ് ആൻ ആപ്ലിക്കേഷൻ ഫോർ അനദർ ഫാമിലി മെമ്പർ. നിങ്ങൾക്ക് 2 കുഞ്ഞുണ്ട് എങ്കിൽ ഇവിടെ എസ് കൊടുക്കാം. ഞാൻ ഇവിടെ നോ ആണ് കൊടുക്കുന്നത്. സെയിം ക്വസ്റ്റ്യൻ തന്നെയാണ്, വീഡിയോ കുറച്ചുകൂടെ ലെങ്തി ആയിപ്പോൾ, അതുകൊണ്ട് ഞാൻ നോ കൊടുത്ത് നെക്സ്റ്റ് അടിക്കുകയാണ്. അടുത്ത ക്വസ്റ്റ്യൻ പറയുന്നത്, ആർ യു ഗിവിംഗ് സമ്മൺ ആക്സസ് യുവർ ആപ്ലിക്കേഷൻ. ഈ കേസിൽ നമ്മളാണ് നമ്മുടെ ആപ്ലിക്കേഷൻ ഫയൽ ചെയ്യുന്നതെങ്കിൽ നമ്മൾ നോ കൊടുക്കുക. അല്ല, നിങ്ങളുടെ ഫ്രണ്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ റിലേറ്റീവ്സ് ആരെങ്കിലും നിങ്ങൾക്ക് പകരം അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ, അവരാണിത് ചെയ്യുന്നുണ്ടെങ്കിൽ ഇവിടെ എസ് എന്നുള്ള ഓപ്ഷൻ കൊടുത്തിട്ട് ഒരു റെപ്രസെൻറ്റേറ്റീവ് ഫോം ഫില്ല് ചെയ്യണം. ആ റെപ്രസെൻറ്റേറ്റീവ് ഫോം ഫില്ല് ചെയ്യുന്നത് ഞാൻ ഈ പ്ലേലിസ്റ്റിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ആരാണോ നിങ്ങൾക്ക് വേണ്ടി ചെയ്തു തരുന്നത് ആ ആളാണ് ഫില്ല് ചെയ്യേണ്ടത്. അതെങ്ങനെയാണ് ഫില്ല് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളൂടെ ഞാനത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് കയറി നോക്കുക. ഈ കേസിൽ ഞാൻ എൻ്റെ ആപ്ലിക്കേഷൻ ഞാൻ തന്നെത്താനാണ് ചെയ്യുന്നത്. ഞാൻ വേറെ ആർക്കും ആക്സസ് ചെയ്യാൻ കൊടുക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ നോ കൊടുത്തു. ദെൻ നെക്സ്റ്റ് അടിച്ചു. അടുത്ത ക്വസ്റ്റ്യൻ, ഇൻ ദ പാസ്റ്റ് 10 years ഹാവ് യു ഗിവൺ യുവർ ഫിംഗർ പ്രിന്റ് ആൻഡ് ഫോട്ടോ. അതായത് ബയോമെട്രിക്സ് എടുത്തിട്ടുണ്ടോ എന്നുള്ളതാണ്. ഇത് സ്പൗസിന്റെ കേസല്ല, നമ്മുടെ ഫാമിലി മെമ്പറിന്റെ കേസല്ല, നമ്മുടെ കാര്യമാണ് ചോദിക്കുന്നത്. നമ്മൾ എടുത്തിട്ടുണ്ട്, അതുകൊണ്ട് എസ് കൊടുക്കുകയാണ്. നമ്മുടെ സ്പൗസിന്റെ ചോദ്യങ്ങളൊക്കെ കഴിഞ്ഞു ആൾറെഡി. ഇനി ചോദിക്കുന്നതൊക്കെ നമ്മളെ ആയിരിക്കും, അപ്പോൾ അത് കൺഫ്യൂഷൻ ആവരുത്. ദെൻ നെക്സ്റ്റ് അടിച്ചു. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ദർ ആർ ഫീസ് അസോസിയേറ്റഡ് വിത്ത് ദിസ് ആപ്ലിക്കേഷൻ, വിൽ യു ബി പേയിങ് യുവർ ഫീസ്. കണ്ടോ, യുവർ ഫീസ് എന്നാണ് ചോദിക്കുന്നത്. ഓർ ആർ യു ഫീസ് അക്സെപ്റ്റ്. അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ ഫീസ് പേ ചെയ്യുന്നുണ്ട്, നമ്മൾ എസ് കൊടുക്കുകയാണ്. യെസ്, ഐ വിൽ ബി പേയിങ് മൈ ആപ്ലിക്കേഷൻ ഫീസ്. ഓക്കെ, ഞാൻ നെക്സ്റ്റ് അടിച്ചു. അടുത്തെന്ന് പറയുന്നത്, ആർ യു ഏബിൾ ടു മേക്ക് എ ഡിജിറ്റൽ കോപ്പി ഓഫ് യുവർ ഡോക്യുമെന്റ് വിത്ത് സ്കാനർ ഓർ ക്യാമറ. നമ്മുടെ എല്ലാ ഡോക്യുമെന്റും നമ്മൾ മൊബൈലിൽ ഫോട്ടോ എടുത്തിട്ട് അല്ലെങ്കിൽ PDF കൺവേർട്ട് ചെയ്തിട്ട് അല്ലെങ്കിൽ ഒരു സ്കാനർ വെച്ചിട്ട് നമ്മൾ സ്കാൻ ചെയ്ത് PDF കൺവേർട്ട് ചെയ്തിട്ടായിരിക്കും നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മൾ ഇതിന് ആൻസർ എസ് കൊടുക്കുക. ദെൻ നെക്സ്റ്റ് അടിച്ചു. അടുത്തെന്ന് പറയുന്നത്, വിൽ യു ബി പേയിങ് യുവർ ആപ്ലിക്കേഷൻ ഫീസ് ഓൺലൈൻ. നമ്മുടെ ആപ്ലിക്കേഷൻ ഫീസ് നമ്മൾ ഓൺലൈൻ വഴി ഒന്നെങ്കിൽ ക്രെഡിറ്റ് കാർഡ് അല്ലെങ്കിൽ ഡെബിറ്റ് കാർഡ്, നോർമലി എല്ലാവരും ക്രെഡിറ്റ് കാർഡ് വെച്ചിട്ടായിരിക്കും അടയ്ക്കുന്നത്. അതുകൊണ്ട് നമ്മൾ എസ് കൊടുക്കുകയാണ്. എസ് കൊടുത്തു. ദെൻ നെക്സ്റ്റ് അടിച്ചു. നമ്മൾ കൊടുത്ത എല്ലാ ക്വസ്റ്റിൻ്റെ ആൻസറും വന്നിട്ടുണ്ട്. റിവ്യൂ യുവർ ആൻസേഴ്സ്, ഇതെല്ലാം നമുക്ക് റിവ്യൂ ചെയ്യാനുള്ള സമയമാണ്. നിങ്ങളൊരു ഫാമിലി ആപ്ലിക്കേഷൻ ആയതുകൊണ്ടാണ് ഇത്രയും ചോദ്യങ്ങളും ആൻസറോടെ വന്നത്. അപ്പോൾ നിങ്ങളെല്ലാം ഒന്ന് വായിച്ചു നോക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഈ കാണുന്ന ഈ പെൻസിലിൻ്റെ ബട്ടൺ ഉണ്ടല്ലോ, ഈ പെൻസിലിൻ്റെ ബട്ടൺ എന്ന് പറയുന്നത് എഡിറ്റ് ബട്ടൺ ആണ്. ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ, ഞാൻ ആ ക്വസ്റ്റിന് ക്ലിക്ക് ചെയ്തപ്പോൾ നേരെ അവിടെ വന്നു. ഇവിടെ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അത് ചേഞ്ച് ചെയ്യുക. ദെൻ അപ്ഡേറ്റ് ഇൻഫർമേഷൻ, തിരിച്ച് വീണ്ടും ഇവിടെ തന്നെ വരും. എന്തായാലും നിങ്ങൾ കുറച്ച് സമയം എടുത്ത് തന്നെ ഇതെല്ലാം വായിച്ചു നോക്കുക. ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടി ചെയ്യുകയാണ്, അതുകൊണ്ട് ഞാനിത് സ്കിപ്പ് ചെയ്തിട്ട് നേരെ താഴെ വന്ന് കണ്ടിന്യൂ എന്ന് പറഞ്ഞതിൽ ക്ലിക്ക് ചെയ്തു. ഓക്കെ, സബ്മിറ്റിംഗ് യുവർ ആപ്ലിക്കേഷൻ. ഇതും ശ്രദ്ധിക്കണം, ഇതിൽ 4 സ്റ്റെപ്പായിട്ടാണ് നമ്മൾ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യേണ്ടത്. അതിൽ ഫസ്റ്റ് എന്ന് പറയുന്നത്, യു മസ്റ്റ് ബി ലോഗിൻ ഇൻ യുവർ അക്കൗണ്ട്. നമ്മുടെ GCK നമ്മൾ ലോഗിൻ ചെയ്തിട്ടുണ്ട്, നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. രണ്ടാമത്തെന്ന് പറഞ്ഞാൽ സേവ് യുവർ ആപ്ലിക്കേഷൻ. ഇത് ഓട്ടോമാറ്റിക്കലി സേവ്ഡ് ആവും, 60 ദിവസത്തേക്ക് സേവ്ഡ് ആവും. 60 ദിവസത്തിനുള്ളിൽ എപ്പോഴെങ്കിലും നമ്മൾ ഡോക്യുമെന്റിൽ അപ്ലോഡ് ചെയ്ത് ഫീസ് പേയ്മെന്റ് ചെയ്ത് സബ്മിറ്റ് ചെയ്താൽ മാത്രം മതി, കുഴപ്പമില്ല. നിങ്ങൾക്ക് കുറച്ച് സമയം കിട്ടുന്ന സമയത്ത്, വീക്കെൻഡ് ഒക്കെ അയക്കുന്ന ചിലപ്പോൾ നിങ്ങൾ ഈ ആപ്ലിക്കേഷൻ ചെയ്യുന്നത്, അപ്പോൾ എക്സ്പയർ ആവുന്നതിന് 30 ദിവസം മുമ്പ് പതുക്കെ ചെയ്ത് വന്നിട്ട് 60 ദിവസത്തിനുള്ളിൽ നിങ്ങൾ സബ്മിറ്റ് ചെയ്താൽ മതി. അത് ഇന്ന് തന്നെ ചെയ്ത് നാളെ തന്നെ സബ്മിറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾ ഡോക്യുമെൻ്റ് ഒക്കെ, കാരണം ഇതിനകത്ത് കുറേ ഡോക്യുമെൻ്റ് ആഡ് ചെയ്യണം. കാരണം സ്പൗസ് ഉള്ളതുകൊണ്ട് നമ്മൾ കുറച്ച് ഫണ്ടും കാര്യങ്ങളൊക്കെ കാണിക്കണം, നമ്മുടെ അക്കൗണ്ടിൽ കുറച്ച് പൈസ കാണിക്കണം, ബാങ്കിൽ പോകേണ്ടി വരും, നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റ് എടുക്കണം, അങ്ങനെ കുറച്ച് സമയങ്ങളൊക്കെ ഇതിനോട് ചിലവഴിക്കണം. അപ്പോൾ അതുകൊണ്ട് ഒരു 60 ദിവസം സമയമുണ്ട് നമുക്ക് അത് അപ്ലൈ ചെയ്യാനായിട്ട്. നെക്സ്റ്റ് എന്ന് പറയുന്നത് അപ്ലോഡ് ചെയ്യുക ഡോക്യുമെൻറ്റ്. ഇത് നമുക്ക് ഈ പറഞ്ഞ ഈ 3 ഫോർമാറ്റിൽ നമുക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റും. 3 അധികം കൂടുതലുണ്ട്. നോർമലി എല്ലാവരും PDF വഴിയാണ് അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ ഈ PDF അപ്ലോഡ് ചെയ്യുമ്പോൾ 4 MB കൂടാൻ പാടില്ല. എങ്ങനെയാണ് അപ്ലോഡ് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ലോവസ്റ്റ് ഫയൽ സൈസും, ഇൻ കേസ് നിങ്ങൾ കുറേ ഫയൽ മെർജ് ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങളുടെ ഫയലിലെ സൈസ് കൂടിപ്പോയാൽ നിങ്ങൾ ഗൂഗിളിൽ പോയി സെർച്ച് ചെയ്യുക, PDF റീസൈസർ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ PDF അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ആ PDF-ൻ്റെ സൈസ് അവർ കുറച്ച് തരും. അത് ഫ്രീ ആണ്, അതൊക്കെ യൂട്ടിലൈസ് ചെയ്യുക. നേരെ താഴെ വന്നിട്ട് പേ യുവർ ഫീസ്. ഇതെന്ന് പറയുന്നത് ലാസ്റ്റ് സ്റ്റെപ്പാണ്. ഈ ഫീസ് കൂടെ പേ ചെയ്താൽ മാത്രമേ നിങ്ങളുടെ ഫൈനൽ സബ്മിഷൻ ആവത്തുള്ളൂ. നിങ്ങൾ ഡോക്യുമെന്റ് എല്ലാം അപ്ലോഡ് ചെയ്താൽ മാത്രമേ ഫീസ് പേ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ വരത്തുള്ളൂ. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക, ദെൻ കണ്ടിന്യൂ ചെയ്യുക. ഓക്കെ, നമ്മൾ ഫൈനലി നമ്മുടെ ഡോക്യുമെന്റ് ചെക്ക് ലിസ്റ്റ് വന്നിട്ടുണ്ട്. ഇതിൽ 3 ഡോക്യുമെന്റ് കാണും. കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ആപ്ലിക്കേഷന്റെ ഡോക്യുമെന്റ്, പിന്നെ നമ്മുടെ സ്പൗസിന്റെ, നമ്മുടെ കുഞ്ഞിന്റെ. ഇതിൽ മെയിൻ ഫോം എന്ന് പറയുന്നത് ആപ്ലിക്കേഷൻ ടു ചേഞ്ച് കണ്ടീഷൻസ് എക്സ്റ്റെൻഡ് മൈ സ്റ്റേ ഓർ റിമൈനിങ് കാനഡ ആസ് എ സ്റ്റുഡന്റ്. ഇത് നോക്കുക, ഈ ഫോം തന്നെയാണോ വന്നേക്കുന്നത്. IMM 5709 എന്ന് പറയുന്ന ഫോമാണോ നിങ്ങൾക്ക് കിട്ടിയേക്കെന്ന് നോക്കുക. അല്ലെങ്കിൽ നിങ്ങൾ ചെയ്തതിൽ എന്തോ മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട്. ഒന്നും കൂടെ ഈ വീഡിയോ ആദ്യം മുതൽ കാണുക. ഓക്കെ, ഇൻ കേസ് നിങ്ങൾക്ക് ഈ ഫോം അല്ല വന്നെങ്കിൽ നിങ്ങൾ നേരെ മേളിൽ വന്നിട്ട് മോഡിഫൈ മൈ ആൻസർ എന്ന് കണ്ടോ, ഇവിടെ ക്ലിക്ക് ചെയ്താലും നേരെ തിരിച്ച് ബാക്കിലോട്ട് പോകും. നിങ്ങൾ ചെക്ക് ചെയ്യുക എവിടെയോ മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട്. ഞാൻ ഈ വീഡിയോ പറഞ്ഞ പോലെ തന്നെ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് കറക്റ്റ് ആ ഫോം തന്നെ കിട്ടും. അത് ചേഞ്ച് ചെയ്യുക, ഇവിടുത്തെ എഡിറ്റ് ബട്ടണിൽ പോവുക, വീണ്ടും ചേഞ്ച് ചെയ്യുക, തിരിച്ചിവിടെ വരിക, വീണ്ടും റിട്ടേൺ ടു യുവർ ഓൺലൈൻ ആപ്ലിക്കേഷനിൽ ക്ലിക്ക് ചെയ്യുക, വീണ്ടും ഇവിടെ തന്നെ വരും. ഓക്കെ,
അപ്പോൾ ഈ ഫോം എങ്ങനെയാണ് ഫില്ല് ചെയ്ത് നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പ്ലേലിസ്റ്റ് കയറി നോക്കുക, അതും ഡീറ്റെയിൽ ആയിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഇതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ ആയിരിക്കും വരുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ വന്നതെന്ന് ഡൗട്ട് ഉണ്ട് നിങ്ങൾക്ക്, ഇത് ഓപ്പൺ ആവുന്നില്ലല്ലോ എന്ന് വിചാരിക്കും. ടെൻഷൻ അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതെങ്ങനെ ഓപ്പൺ ആക്കുന്നത് വെച്ചാൽ നിങ്ങൾ നേരെ ഡൗൺലോഡ് ചെയ്യുക. ഡൗൺലോഡ് ചെയ്തിട്ട് ആ ഡൗൺലോഡ് ചെയ്ത ഫോൾഡറിൽ പോയിട്ട് റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് അഡോബ് റീഡർ വഴി നിങ്ങൾ ഓപ്പൺ ചെയ്യുക. നെക്സ്റ്റ് എന്ന് പറയുന്നത് സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ് ആണ്. ഇതിൽ ഫസ്റ്റ് സപ്പോർട്ട് ഡോക്യുമെന്റ് ലെറ്റർ ഓഫ് അക്സെപ്റ്റൻസ് ഓർ ലെറ്റർ ഓഫ് എൻറോൾമെന്റ്. ഇതെന്ന് പറയുന്നത് നിങ്ങളുടെ നെക്സ്റ്റ് കോഴ്സ് ഉണ്ടല്ലോ അതിന്റെ ഓഫർ ലെറ്റർ ആണ്, അല്ലെങ്കിൽ എൻറോൾമെന്റ്. ഇപ്പം നിങ്ങൾക്ക് ആ കോഴ്സിൽ ചേർന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ടൈം ടേബിളും കാര്യങ്ങളൊക്കെ കാണും. നിങ്ങളിപ്പം ഏത് കോളേജിലാണോ പഠിക്കാൻ പോകുന്നത് ആ കോളേജിന്റെ വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ നിങ്ങളെ ലെറ്റർ ഓഫ് എൻറോൾമെന്റ് കിട്ടും. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓഫർ ലെറ്റർ അവരോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർ അയച്ചു തരും. നേരത്തെ വേണമെങ്കിൽ അയച്ചു തരും, മെയിൽ അയച്ചു ചോദിച്ചാൽ നേരത്തെ അവർ അയച്ചു തരും. പറഞ്ഞാൽ മതി എനിക്ക് സ്റ്റഡി പെർമിറ്റ് എക്സ്റ്റെൻഡ് ചെയ്യാനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ നേരത്തെ അയച്ചു തരും. ക്ലാസ് തുടങ്ങേണ്ട ആവശ്യമൊന്നുമില്ല, നേരത്തെ അയച്ചു തരും. നെക്സ്റ്റ് എന്ന് പറയുന്നത് പാസ്പോർട്ടാണ്. ഈ പാസ്പോർട്ട് അപ്ലോഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പാസ്പോർട്ട് മാത്രം അപ്ലോഡ് ചെയ്യരുത്. നിങ്ങളുടെ പാസ്പോർട്ടിന്റെ ഫ്രണ്ട് ആൻഡ് ബാക്ക്, നിങ്ങളുടെ കറന്റ് സ്റ്റഡി പെർമിറ്റ്, പിന്നെ നിങ്ങൾക്ക് TRV ഉണ്ടല്ലോ പാസ്പോർട്ടിൽ സ്റ്റാമ്പ് ചെയ്ത വിസ, അതെല്ലാം കൂടെ ചേർത്തിട്ട് ഒരുമിച്ച് മെർജ് ചെയ്ത് ഒരു PDF-ലാക്കിയിട്ട് മാറ്റണം. മാറ്റുമ്പം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഈ പാസ്പോർട്ടിൽ നിന്ന് തന്നെ കോപ്പി ചെയ്ത് അതിന്റെ പേര് റിനെയിം ചെയ്യുക. എല്ലാം കോപ്പി പേസ്റ്റ് ചെയ്യുക. നിങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ PDF-ന്റെയും പേര് ഇത് സെയിം ആയിരിക്കണം, മാച്ച് ആവണം. പിന്നെ ഈ ഫോമിന്റെ പേര് നിങ്ങൾ ഒരിക്കലും ചേഞ്ച് ചെയ്യാൻ പാടില്ല. ഇതിങ്ങനെ തന്നെ ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഫോം തന്നെ ആയിരിക്കും വരുന്നത്. IMM 5713. ഈ ഫോം എങ്ങനെയാണ് ഫില്ല് ചെയ്യുന്നത് നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇതൊരു സിമ്പിൾ ഫോമാണ്. ഇത് ഫില്ല് ചെയ്യുന്ന കാര്യം നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് ആ റെപ്രസെന്റേറ്റീവ് ഫോമിന്റെ കൂടെ തന്നെയാണ് ഞാൻ ചെയ്തേക്കുന്നത്. അപ്പോൾ അതും കയറി നോക്കുക. നെക്സ്റ്റ് എന്ന് പറയുന്നത് മാരേജ് ലൈസൻസ് ആണ്. ഈ മാരേജ് ലൈസൻസ് എന്ന് പറയുന്നത് നിങ്ങളുടെ മാരേജ് സർട്ടിഫിക്കറ്റ് ആണ്. അത് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ അത് മാത്രം ചെയ്യരുത്. നിങ്ങളുടെ കുഞ്ഞിന്റെ ബർത്ത് സർട്ടിഫിക്കറ്റ് ഉണ്ടല്ലോ അതും കൂടെ ചേർത്തിട്ട് വേണം ഒരു PDF-ലോട്ട് മെർജ് ചെയ്തിട്ട് റിനെയിമിങ്ങിനെ മാരേജ് സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞ രീതിയിലോട്ട് മാറ്റിയിട്ട് അപ്ലോഡ് ചെയ്യാൻ. നെക്സ്റ്റ് എന്ന് പറയുന്നത് പ്രൂഫ് ഓഫ് മീൻസ് ഓഫ് ഫിനാൻഷ്യൽ സപ്പോർട്ട്. ഇതെന്ന് പറയുന്നത് നിങ്ങൾ സ്റ്റുഡന്റ് ആയതുകൊണ്ടാണ് വന്നത്. ഈ കേസിൽ നിങ്ങൾക്ക് കുഞ്ഞുണ്ട്, കുഞ്ഞ് വിസിറ്റിംഗ് വിസയിലാണ്, അല്ലെങ്കിൽ കുഞ്ഞ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കുഞ്ഞിനും കൂടെ ചേർത്തുള്ള ഫണ്ട് കാണിക്കണം. ഒന്നെങ്കിൽ നിങ്ങൾ നെക്സ്റ്റ് സെമസ്റ്ററിലേക്കുള്ള ഫീസ് നിങ്ങൾ പേ ചെയ്തതിന്റെ പ്രൂഫ് വയ്ക്കുക, അല്ലെങ്കിൽ നിങ്ങൾ ബാങ്കിൽ പോയിട്ട് നിങ്ങളുടെ ഒരു 3 മാസത്തെ അല്ലെങ്കിൽ 6 മാസത്തെ സ്റ്റേറ്റ്മെന്റ് ബാങ്കിൽ പോയിട്ട് പറഞ്ഞാൽ മതി. ഇമിഗ്രേഷന്റെ ആവശ്യത്തിന് വേണ്ടിയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 6 മാസത്തെ സ്റ്റേറ്റ്മെന്റ് അവർ പ്രിന്റ് എടുത്ത് സീൽ ചെയ്ത് സൈൻ ചെയ്ത് തരും. ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഫീസ് നെക്സ്റ്റ് സെമസ്റ്ററിലേക്കുള്ള ഫീസ് നിങ്ങൾ പേ ചെയ്തിട്ടില്ലെങ്കിൽ അത്രയും എമൗണ്ട്, ഇപ്പം നോർമലി $8,000 ആണെങ്കിൽ 8,000, അല്ലെങ്കിൽ 10,000 ആണെങ്കിൽ 10,000 കനേഡിയൻ ഡോളർ ആ അക്കൗണ്ടിൽ കാണിക്കണം. കാണിച്ചിട്ട് വേണം നിങ്ങൾ സ്റ്റേറ്റ്മെന്റ് എടുക്കാൻ. അല്ലെങ്കിൽ നിങ്ങൾ ഫീസ് പേ ചെയ്തതിന്റെ റെസിപ്റ്റ് ആഡ് ചെയ്യുക. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഡിജിറ്റൽ ഫോട്ടോ. നിങ്ങളുടെ ഒരു നോർമൽ ഫോട്ടോ സ്കാൻ ചെയ്ത് PDF-ലോട്ട് കൺവേർട്ട് ചെയ്ത് അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. പേര് ഇങ്ങനെ തന്നെ ആക്കുക. നെക്സ്റ്റ് ഫാമിലി മെമ്പർ പ്രൂഫ് ഓഫ് സ്റ്റാറ്റസ് എന്ന് പറയുന്നത് ഇതിൽ നിങ്ങൾ അപ്ലോഡ് ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങളുടെ സ്പൗസിന്റെ വർക്ക് പെർമിറ്റ് ഉണ്ടല്ലോ, നിലവിലുള്ള വർക്ക് പെർമിറ്റ്, അതാണ് അവിടെ അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടത്. അതേസമയം തന്നെ കുഞ്ഞിന് ആൾറെഡി ഒരു സ്റ്റഡി പെർമിറ്റ് ഉണ്ടെങ്കിൽ അത് അപ്ലോഡ് ചെയ്ത് കൊടുക്കാം. വിസിറ്റിംഗ് വിസ ആണെങ്കിൽ വിസിറ്റേഴ്സ് റെക്കോർഡ് ഉണ്ടെങ്കിൽ അതും മെർജ് ചെയ്തിട്ട് ഒരുമിച്ച് അപ്ലോഡ് ചെയ്ത് കൊടുക്കാം. കാരണം നിങ്ങൾക്ക് 2 ഫാമിലി മെമ്പർ ഉണ്ട്. ഈ ഓപ്ഷണൽ ഡോക്യുമെന്റ് ടച്ച് ചെയ്യേണ്ട ആവശ്യമില്ല. ഈ ക്ലയന്റ് ഇൻഫർമേഷൻ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് എക്സ്ട്രാ എന്തെങ്കിലും ഒരു എക്സ്പ്ലനേഷൻ എഴുതി പിടിപ്പിക്കണം, ഒരു XOP പോലെ എഴുതി പിടിപ്പിക്കണം. നിങ്ങളുടെ കേസും നിങ്ങൾ പിന്നെ അടുത്ത് ജോലി ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരു എംപ്ലോയ്മെന്റ് ലെറ്റർ ഉണ്ട്, NOC. ഇപ്പോൾ വൈഫും ഉള്ളതുകൊണ്ട് കാനഡയിൽ കുറേ റൂളൊക്കെ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് മാക്സിമം ഡോക്യുമെന്റ് കാണിക്കാൻ പറ്റുമെങ്കിൽ അത് ചെയ്യുക. മാക്സിമം എമൗണ്ട് കാണിക്കുക. ഒരു 15,000 കനേഡിയൻ ഡോളർ കാണിക്കാൻ പറ്റിയ ബെറ്റർ. നിങ്ങളുടെ ഫീസ് അടച്ചതിന് ശേഷമല്ല, ഫീസ് അടച്ചിട്ടില്ലെങ്കിൽ കുഞ്ഞുള്ളത് കൊണ്ട്. പിന്നെ നിങ്ങളുടെ വൈഫിന് നിങ്ങൾക്ക് ജോലി ഉണ്ടെങ്കിൽ, അതായത് നിങ്ങളുടെ സ്പൗസിനും ജോലി ഉണ്ടെങ്കിൽ 2 പേർക്കും NOC കോഡ് വെച്ചിട്ടുള്ള എംപ്ലോയ്മെന്റ് ലെറ്റർ തന്നെ മേടിക്കുക. ലാസ്റ്റ് ഒരു 3 മാസം സ്റ്റേറ്റ്മെന്റ് 2 പേരെയും കാണിക്കുക. മാക്സിമം ബാങ്ക് ഡീറ്റെയിൽസും കാണിക്കുക. അങ്ങനെയുള്ള എല്ലാ ഡീറ്റെയിൽസും കൂടെ ഒരു PDF-ലോട്ട് മെർജ് ചെയ്യുക. ഒരു എക്സ്പ്ലനേഷൻ എഴുതി വയ്ക്കുക. നിങ്ങൾ ഇതിൻ്റെ അടുത്ത് വർക്ക് ചെയ്യുന്നു, നിങ്ങൾ ഇന്ന കോഴ്സ് പഠിക്കാൻ പോകുന്നു, നിങ്ങളുടെ കുഞ്ഞ് ഈ കാനഡയിൽ നിങ്ങളുടെ കൂടെ ഉണ്ട്, വിസിറ്റിംഗ് സ്റ്റാറ്റസിലാണ്, അപ്പോൾ ഞങ്ങൾ ഒരുമിച്ച് വിസ എക്സ്റ്റെൻഡ് ചെയ്യാൻ അപ്ലൈ ആണ് എന്ന് പറഞ്ഞിട്ട് മോഡൽ നിങ്ങൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഗൂഗിളിൽ ഇഷ്ടംപോലെ കിട്ടും. ആ മോഡൽ അനുസരിച്ച് നിങ്ങൾക്ക് കൺസൾട്ട് ചെയ്താൽ മതി. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചോദിക്കുക, ഞാനതിന് മറുപടി തരുന്നതായിരിക്കും. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഫാമിലി മെമ്പർ. ഇതെന്ന് പറയുന്നത് ഫസ്റ്റ് ഫാമിലി മെമ്പർ എന്ന് പറയുന്നത് നിങ്ങളുടെ വൈഫാണ്. അപ്പോൾ വൈഫിന്റെ മെയിൻ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ആപ്ലിക്കേഷൻ ടു ചേഞ്ച് കണ്ടീഷൻ ടു എക്സ്റ്റെൻഡ് മൈ സ്റ്റേ ഓർ റിമൈനിങ് കാനഡ ആസ് എ വർക്കർ. ഈ ആപ്ലിക്കേഷൻ ഫോമും നമ്മൾ ആദ്യം കണ്ട ആപ്ലിക്കേഷൻ ഫോം രണ്ടും രണ്ടാണ്. ഇത് IMM 5709 ഇത് IMM 5710 ആണ്. ഇത് എങ്ങനെയാണ് ചെയ്യുന്നുള്ളത് നമ്മുടെ ചാനലിൽ കൊടുത്തിട്ടുണ്ട്. ഈ പ്ലേലിസ്റ്റിൽ തന്നെ കാണും, നിങ്ങൾ കയറി നോക്കുക, അതനുസരിച്ച് ചെയ്യുക. ഇതിൽ സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ് ആണല്ലേ, പാസ്പോർട്ട് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ പാസ്പോർട്ട് നിങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ഈ പാസ്പോർട്ട് മാത്രം അപ്ലോഡ് ചെയ്യരുത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പാസ്പോർട്ടും നിങ്ങളുടെ വൈഫിന്റെ അല്ലെങ്കിൽ നിങ്ങളുടെ സ്പൗസിന്റെ കറണ്ട് വർക്ക് പെർമിറ്റ്, അതുപോലെ തന്നെ നാട്ടിൽ നിന്ന് TRV ഉണ്ടല്ലോ പാസ്പോർട്ട് സ്റ്റാമ്പ് ചെയ്ത്, അതും കൂടെ സ്കാൻ ചെയ്ത് ഒരുമിച്ച് മെർജ് ചെയ്ത് PDF ആക്കിക്കൊണ്ട് റിനെയിം പാസ്പോർട്ടിൽ നിന്ന് തന്നെ മാറ്റിക്കൊണ്ട് അപ്ലോഡ് ചെയ്യുക. ഓപ്ഷണൽ ഡോക്യുമെന്റ് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ അതുപോലെ ഫാമിലി മെമ്പർ 2 എന്ന് പറയുന്നത് ഡേറ്റ് ഓഫ് ബർത്ത് നോക്കുക. ഇത് നിങ്ങളുടെ കുഞ്ഞിൻ്റെയാണ്. കുഞ്ഞിൻ്റെ എന്ന് പറഞ്ഞാൽ ആപ്ലിക്കേഷൻ ടു ചേഞ്ച് കണ്ടീഷൻ എക്സ്റ്റെൻഡ് മൈ സ്റ്റേ ഓർ റിമൈനിങ് കാനഡ ആസ് എ വിസിറ്റർ ഓർ എ ടെമ്പററി റെസിഡൻസ് പെർമിറ്റ് ഹോൾഡർ IMM 5708. ഇതും എങ്ങനെയാണ് ഫില്ല് ചെയ്ത് നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതും ഈ പ്ലേലിസ്റ്റിൽ കാണും. നെക്സ്റ്റ് എന്ന് പറയുന്നത് സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ് ആണ്. അതിൽ പാസ്പോർട്ട് മാത്രമേ ഉള്ളൂ. ഈ പാസ്പോർട്ട് എന്ന് പറഞ്ഞാൽ കുഞ്ഞിൻ്റെ പാസ്പോർട്ട് മാത്രം സ്കാൻ ചെയ്ത് നേരത്തെ പറഞ്ഞ പോലെ പാസ്പോർട്ടും കുഞ്ഞിൻ്റെ കറണ്ട് സ്റ്റഡി പെർമിറ്റ് അല്ലെങ്കിൽ വിസിറ്റിംഗ് റെക്കോർഡ്
ഇതുകൂടെ സ്കാൻ ചെയ്യുക. പിന്നെ അതുപോലെ TRV നാട്ടിൽ നിന്ന് കിട്ടിയ സ്റ്റാമ്പ് ചെയ്ത പാസ്പോർട്ട് സ്റ്റാമ്പ് ചെയ്ത സീൽ ചെയ്തേക്കുന്ന ആ വിസ ഉണ്ടല്ലോ അതും കൂടെ സ്കാൻ ചെയ്ത് മെർജ് ചെയ്ത് നേരത്തെ പറഞ്ഞ പോലെ ചെയ്യുക. ഇത്രയും എക്സ്പ്ലെയിൻ ചെയ്യുന്ന പറഞ്ഞാൽ വീഡിയോ കുറച്ച് ലെങ്തി ആയി പോകും. എന്നാൽ പോലും ഞാൻ നിങ്ങൾക്ക് മാക്സിമം മനസ്സിലാവാൻ വേണ്ടിയാണ് ഇത്ര എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നത്. ഞാൻ ഒരു വീഡിയോയിലും കണ്ടിട്ടില്ല ഇങ്ങനെ ഇത്രയും എക്സ്പ്ലെയിൻ ചെയ്തേക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഓപ്ഷണൽ ഡോക്യുമെന്റ് നിങ്ങൾ സ്കിപ്പ് ചെയ്യുക, അതിന്റെ ആവശ്യമില്ല. പിന്നെ ആപ്ലിക്കേഷൻ ഫീസ് നിങ്ങൾ ചെക്ക് ചെയ്യുക. ഇതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് പറ്റുന്നുണ്ടെങ്കിൽ ഇതല്ല നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഫീസ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്തതിൽ എന്തോ തെറ്റുണ്ട്. ഇപ്പോൾ ഈ സ്റ്റഡി പെർമിറ്റ് ആണെങ്കിൽ ഈ ആപ്ലിക്കേഷൻ ഫീസ് വീണ്ടും മാറും. ഇപ്പൊ വിസിറ്റിംഗ് വിസ ആയതുകൊണ്ടാണ് ആപ്ലിക്കേഷൻ ഫീസ് വന്നത്. പിന്നെ ഈ കണ്ടില്ലേ കുഞ്ഞിന്റെ ബയോമെട്രിക്സ് ഫീസ് ആഡ് ആയിട്ടുണ്ട് ഇവിടെ. അപ്പൊ ഞാൻ ഈ 85 കനഡ എക്സ്ട്രാ വന്നെന്ന് പറഞ്ഞാൽ ഞാൻ എവിടോ ഒരിടത്ത് കുഞ്ഞു ബയോമെട്രിക്സ് എടുത്തിട്ടില്ല, ആരോ ഒരാൾ ബയോമെട്രിക്സ് എടുത്തിട്ടില്ല എന്നാണ് ഞാൻ കൊടുത്തത്. അപ്പൊ നിങ്ങൾ നോക്കുക. ഇപ്പൊ ഞാൻ വേണമെങ്കിൽ ചെക്ക് ചെയ്ത് കാണിക്കാം. ഇപ്പൊ നമ്മൾ നേരെ വന്നിട്ട് മോഡിഫൈ മൈ ആൻസറിൽ പോവുകയാണെങ്കിൽ കണ്ടോ, ഇൻ ദ പാസ്റ്റ് 10 years യുവർ ഫാമിലി മെമ്പർ ഗിവൺ യുവർ ഫിംഗർ പ്രിന്റ് ഓർ ഫോട്ടോ ബയോമെട്രിക്സ്. ഇതിന് ആൻസർ എസ് ആണ് കൊടുക്കേണ്ടത്. ഞാൻ എസ് കൊടുത്തിട്ടില്ല, നോ ആണ് കൊടുത്തത്. അതുകൊണ്ടാണ് ബയോമെട്രിക്സിന്റെ ഫീസ് ഇവിടെ വന്നത്. ഞാൻ എസ് കൊടുത്തു, വീണ്ടും അപ്ഡേറ്റ് ചെയ്തു. ദെൻ ബാക്കിയൊക്കെ ചോദിക്കും, വീണ്ടും ഒന്ന് ജസ്റ്റ് നെക്സ്റ്റ് അടിച്ചു വിടുക, നേരെ താഴെ വരിക, ദെൻ കണ്ടിന്യൂ ചെയ്യുക. കണ്ടില്ലേ ഫീസ് മാറി കണ്ടില്ലേ, $505 വരാൻ പാടുള്ളൂ, 55 വരാൻ പാടില്ല. അപ്പോൾ ഒരു മിസ്റ്റേക്ക് പറ്റിയതാണ് എനിക്ക്. എന്നാൽ പോലും നിങ്ങൾക്ക് മനസ്സിലായല്ലോ അതെങ്ങനെ റെക്ടിഫൈ ചെയ്യുന്നത്, എങ്ങനെ സോൾവ് ചെയ്യുന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഇത് ഫസ്റ്റ് സ്റ്റഡി പെർമിറ്റ് എന്ന് പറയുന്നത് നിങ്ങളുടെയാണ്, അതിന് $150 രണ്ടാമത്തെ വർക്ക് പെർമിറ്റ് ഹോൾഡർ ഫീ എന്ന് പറയുന്നത് നിങ്ങളുടെ സ്പൗസിൻ്റെയാണ്, അത് $100. വർക്ക് പെർമിറ്റ് എന്ന് പറയുന്നത് പുതിയ വർക്ക് പെർമിറ്റ് ആണ്, $155. വിസിറ്റേഴ്സ് റെക്കോർഡ് എന്ന് പറയുന്നത് നിങ്ങളുടെ കുഞ്ഞിൻ്റെയാണ്, അതിന് $100. ടോട്ടൽ $505 ഇതല്ല 505 അല്ല വന്നത്, ഇതിൽ കൂടുതലാണ് വന്നെങ്കിൽ നിങ്ങൾ ചെയ്ത ക്വസ്റ്റ്യൻ എന്തോ മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട്. അത് ഒന്നുകൂടെ പോയി ചെക്ക് ചെയ്യുക. ചെക്ക് ചെയ്യണം എങ്ങനെയാണെന്ന് മനസ്സിലായല്ലോ, മേളിൽ വന്നാൽ മതി മോഡിഫൈ മൈ ആൻസർ. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ ചോദിക്കുക. ഞാൻ മാക്സിമം എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള 3 വീഡിയോസ് നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എല്ലാം ഒന്ന് കയറി കാണുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അറ്റ്ലീസ്റ്റ് ഒരു താങ്ക് എങ്കിലും കമൻറ്റ് വഴി ഇടുക. ഓക്കെ, അപ്പോൾ നമുക്ക് വീണ്ടും മറ്റൊരു വീഡിയോ ചെയ്താൽ പ്രയോജനമാകും. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുന്നു. വീണ്ടും മറ്റൊരു വീഡിയോയുടെ കാണുന്നതുവരെ സ്റ്റേ ട്യൂൺ. ബൈ.